70 വയസ്സായ എന്നെ ഈ രീതിയിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ദൈവം സഹിക്കാത്ത കാര്യം. ഒരു 7 ലക്ഷം രൂപയോളം എനിക്ക് സബ്സിഡി ആയിട്ട് കിട്ടേണ്ടത്. ഞാനിപ്പോൾ ഒരു ആത്മഹത്യയുടെ വക്കത്താണ്. വേലി തന്നെ വിളവ് തിന്നു. സബ്സിഡി തുക ഉദ്യോഗസ്ഥർ തന്നെ തട്ടിയെടുത്തതായി പരാതിയുമായി വയോധികൻ രംഗത്തെത്തിയിരിക്കുകയാണ്. കർഷകരെ സഹായിക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെ കർഷകന്റെ അന്നം മുട്ടിക്കുന്ന കാഴ്ചയാണ് തിരുവനന്തപുരത്ത് നിന്നും പുറത്തുവരുന്നത്. മത്സ്യകൃഷിക്കായി സർക്കാർ നൽകുന്ന ലക്ഷങ്ങളുടെ സബ്സിഡി തുക വ്യാജരേഖ ചമച്ച് ഉദ്യോഗസ്ഥർ തട്ടിയെടുത്തു. 70 വയസ്സുകാരനായ പ്രകാശനാണ് ഈ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം കടയ്ക്കാവൂർ മേൽക്കടയ്ക്കാവൂർ 3-ാം വാർഡിൽ വടക്കേവിള വീട്ടിൽ പ്രകാശനാണ് ഈ നീതികേടിനെതിരെ വിസ്മയ ന്യൂസിലൂടെ തന്റെ ശബ്ദം ഉയർത്തുന്നത്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ എൻ്റെ പൈസ എനിക്ക് കിട്ടേണ്ട സബ്സിഡി അവർ പറ്റിച്ചെടുത്തു. ഒരു 7 ലക്ഷം രൂപയോളം എനിക്ക് സബ്സിഡി ആയിട്ട് കിട്ടേണ്ടതാണ്. ഞാൻ എൻ്റെ ഒരു കുളം കുഴിച്ച് മത്സ്യം വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവർ പറഞ്ഞത്, ഒരു കുളവും കൂടെ കുഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ ഇവിടെ നിന്ന് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അവർ വന്നിരുന്ന് കുളം കുഴിപ്പിച്ച് ഈ ഡോക്യുമെൻ്റ് എല്ലാം അവർ വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യും. വാങ്ങിക്കൊണ്ട് പോയിട്ട് അവർ തന്നെ പൈസ തട്ടിച്ചെടുക്കും. 20 വർഷക്കാലത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ പ്രകാശൻ തന്റെ സമ്പാദ്യവും കടം വാങ്ങിയ തുകയുമെല്ലാം ഉപയോഗിച്ചാണ് മത്സ്യകൃഷി ആരംഭിച്ചത്. എന്നാൽ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾക്കായി ഉദ്യോഗസ്ഥരെ സമീപിച്ചപ്പോഴാണ് താൻ വഞ്ചിക്കപ്പെട്ട വിവരം ഇദ്ദേഹം അറിയുന്നത്. എൻ്റെ ഈ ചെക്ക് കാണിച്ച 9 ലക്ഷത്തിന്റെ ചെക്ക് എനിക്ക് അവർ തന്നായിരുന്നു. അതിൽ 3 ലക്ഷത്തോളം രൂപ ഇവര് പല രീതിയിലും എൻ്റെ വാങ്ങിയതാണ്. ഈ ഉദ്യോഗസ്ഥൻ സിദ്ദിഖ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് ഒരു ഗീതയുണ്ട് അതിൻ്റെ അകത്ത്. ഇവര് രണ്ടുപേരുമാണ് ഇതിന്റെ ആൾക്കാർ. പ്രകാശന്റെ ഉടമസ്ഥതയിലുള്ള മത്സ്യക്കുളം മറ്റാരോ പാട്ടത്തിനെടുത്തതായി കാണിച്ച് വ്യാജ കരാറുകൾ ഉണ്ടാക്കിയാണ് ലക്ഷങ്ങളുടെ സബ്സിഡി തുക തട്ടിയെടുത്തത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കും ഇതിലുണ്ടെന്നാണ് പ്രകാശന്റെ ആരോപണം. ഡെപ്യൂട്ടി ഡയറക്ടർ ഉൾപ്പെടെ ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവര് വേറെ ഇതിലുണ്ടെന്നുള്ളതാണ്. കാരണം ഇത് ചെറിയ പാർട്ടിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ 4-5 കുളങ്ങൾ യൂസ്ലെസ് ആയിട്ട് കിടക്കുകയാണ്. നിലവിൽ സർവീസിലിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരും അവരുടെ അനുയായികളും ചേർന്നാണ് ഈ തിരിമറി നടത്തിയതെന്ന് ഇദ്ദേഹം ആരോപിക്കുന്നു. സർക്കാർ കർഷകർക്കായി അനുവദിച്ച വൻ തുകയാണ് അർഹതപ്പെട്ടവരിലേക്ക് എത്താതെ ഉദ്യോഗസ്ഥരുടെ പോക്കറ്റിലേക്ക് പോയത്. തന്റെ സ്ഥാനത്ത് മറ്റൊരു സാധാരണ കർഷകനായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആത്മഹത്യ ചെയ്തേനെയെന്നും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ 70-ാം വയസ്സിലും താൻ പോരാടുന്നതെന്നും പ്രകാശൻ വിസ്മയ ന്യൂസിനോട് പറഞ്ഞു. ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിഹിത ബന്ധമുണ്ടെന്നും പറഞ്ഞ് എനിക്കിതിൽ എൻ്റെ ഫോണിൽ ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ആത്മഹത്യയുടെ വക്കത്താണ്. ഇത് സംബന്ധിച്ച ചോദ്യങ്ങളിൽ നിന്നും ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർ ഒഴിഞ്ഞു മാറുകയാണ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും സമഗ്രമായ വകുപ്പ് തല അന്വേഷണം വേണമെന്നുമാണ് പ്രകാശന്റെ ആവശ്യം. വിവരാവകാശ പ്രകാരം എനിക്ക് കിട്ടിയ ഇതാണ്, അവര് തന്നെ എഴുതി തന്നിട്ടുള്ളതാണ്. അതില് എത്ര പേർക്ക് എപ്പോഴെപ്പോഴും പൈസ കൊടുത്തിട്ടുണ്ടെന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതില് ലക്ഷക്കണക്കിന് രൂപ തിരിമറി നടന്നിട്ടുണ്ട്. കർഷകന്റെ കണ്ണീരിന് മുകളിൽ പടുത്തുയർത്തുന്ന ഈ അഴിമതി കോട്ടകൾ അധികാരികൾ കാണാതെ പോകരുത്. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.